താങ്ക് യു. എന്തിന്? അല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന്. പിന്നെ താങ്ക് യു. പോടുന്നു. മോളെ ദേ കഴിക്ക്. എന്താ മോളെ? ദേ നോക്കി. എന്തിനാ മോളെ ഒന്ന് വാശി പിടിച്ചിരിക്കുന്നെ? ഭക്ഷണം കഴിക്കണ്ടേ? ദാ മോളെ. ആ ഹലോ സഞ്ജയ്. ധ്വനിക്ക് എങ്ങനെയുണ്ടമ്മേ? അവൾക്കൊരു കുഴപ്പമില്ല. മോളെ കുറിച്ചോർത്ത് സഞ്ജയ് ടെൻഷൻ ആവണ്ട. മനസ്സിനൊരു സമാധാനമില്ലമ്മേ, അതാ ഞാൻ വിളിച്ചത്. അതിന്റെ ഒരു ആവശ്യമില്ല. ദേ മോളിപ്പോ സന്തോഷായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട അമ്മയ്ക്കത് ബുദ്ധിമുട്ടാവോ? എന്താ കാര്യം? അത് പിന്നെ അമ്മേ, ഞാൻ പുറത്തുണ്ട്. അമ്മ ഒന്ന് പുറത്തേക്ക് വരാവോ? ഇപ്പോഴോ? പൂർണിമ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇറങ്ങി വന്നാ അവൾ അത് ശ്രദ്ധിക്കും. അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ വേണ്ട. കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ട് മനസ്സനുവദിച്ചില്ല. അതാ അവൾക്കൊരു സമ്മാനമായിട്ട് വന്നത്. നിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും മോനെ. നീ വിഷമിക്കണ്ട, ഞാൻ വരാം. ഇത് മോൾക്ക് കൊടുക്കണം. ഞാൻ കൊടുത്തോളാം. മോൾ എന്താ ചെയ്യുന്നേ? മോള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. മോൻ പൊയ്ക്കോ, വേഗം പൊയ്ക്കോ. ശരി. ദേ മോളെ കുറച്ചും കൂടെ കഴിച്ചേ മോളെ. ദേ ഇനി ഇതുപോലെ വാശി പിടിച്ച് കഴിക്കാതിരുന്നാലേ അമ്മ പോയി വടി എടുത്തോണ്ട് വരും കേട്ടോ. കഴിച്ചേ. അമ്മ ഇപ്പൊ വരാം. മോളിവിടെ ഇരുന്നോ. മോളെ വാ. ദാ മോള് നോക്ക്. കണ്ടോ മോളുടെ പപ്പ കൂടെ നിൽക്കുന്നത്? ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? Yeah, Subin. കുറച്ചുകൂടി. I'll arrange the writers online meeting tomorrow afternoon at 1 p.m. Yes. കഴിക്കേ. ആഹാ, അപ്പോ മുത്തശ്ശി തന്നാ കഴിക്കുമല്ലേ? നിന്റെ കുറുമ്പത്തിരി കൂടുന്നുണ്ട്. മോളെ കഴിക്കേ. ദുർഗേ, എന്താ കിരൺ? താൻ തിരക്കിലാണോ? അല്ല, പറഞ്ഞു.
അല്ല, ദുർഗയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഏയ് എന്ത് ബുദ്ധിമുട്ട്? കിരൺ പറഞ്ഞു. അല്ല, അത് പിന്നെ ദുർഗയെ ദേ, ഞാൻ കിരൺ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം, അല്ലാതെ വെറുതെ പറ്റിക്കരുത്. ഇതും കൂടെ കൂട്ടി 73ാമത്തെ തവണയാ എന്നോടൊന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞ് പറ്റിക്കുന്നെ. ഒന്ന് പറ കിരൺ, എന്താ കാര്യം? അത് പിന്നെ ദുർഗയെ ആ പറ. എന്നെ? അല്ല, ദുർഗയല്ല. ആ, ദുർഗ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ആയിരുന്നു. ഇതാണോ കാര്യം? ആ. ഇതിനായിരുന്നോ ഇത്രയ്ക്ക് ബിൽഡപ്പ്? ഒരാള് നല്ലത് ചെയ്താ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? പിന്നെ വേണം വേണം. പറയുന്നത് കേട്ടാത്തൊന്നും ഞാൻ ആദ്യമായിട്ടാണ് കിരണിന് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതെന്നും കിരൺ അത് നന്നായിട്ടുണ്ടെന്ന് പറയുന്നതെന്നും. ഞാൻ ഇന്നൊക്കെ ഭക്ഷണം ഉണ്ടാക്കി തന്നാലും താൻ ഇത് തന്നെയല്ലേ പറയാറ്? ആ, എടോ, നമുക്കിടയില് ഇത്തരം ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. അതൊക്കെ ഭയങ്കര ബോറാ. ശരി ശരി, ഇനി ഉണ്ടാവില്ല. ഇത്തവണത്തേക്കൊന്ന് ക്ഷമിച്ചേക്ക്. എന്റെ പ്രൊമോഷൻ ഉടനെ റെഡിയാവുന്ന സാറ് പറഞ്ഞേ. പ്രൊമോഷൻ കിട്ടിയാൽ ഉടനെ കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കണമെന്നാ എന്റെ പ്ലാൻ. നല്ല തീരുമാനം. അല്ലെങ്കിലും കിരണിന്റെ കല്യാണ പ്രായം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പൊ തനിക്കൊരു കല്യാണമൊക്കെ വേണ്ടേ? കിരണിന് അറിയാലോ, കല്യാണത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടാനാ ഞാൻ ജീവിക്കുന്നത്. എന്റെ അമ്മയുടെ പേരിലുള്ള കളങ്കം എന്നേക്കുമായി മാറ്റി ജയശ്രീയുടെ മകളായി എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി നിൽക്കണം. ഇത്രയും നാള് എന്റെ അമ്മയെ തെറ്റിദ്ധരിച്ചു പറഞ്ഞവരെ കൊണ്ടെല്ലാം തിരിച്ചു പറയിക്കണം. അത് മാത്രം എന്റെ സ്വപ്നം. ഞാനൊരു കാര്യം തുറന്നു പറയുന്നത് കൊണ്ട് ദുർഗയ്ക്ക് വിഷമം തോന്നരുത്. അല്ല, മനുഷ്യരല്ലേ, തെറ്റുകളൊക്കെ പറ്റാം. നമുക്ക് സ്നേഹമുള്ളവര് തെറ്റുകൾ ചെയ്യില്ല എന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷേ അത് സത്യമാണെന്നുണ്ടോ? ജയാമ്മയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചുകൂടാന്നില്ലല്ലോ. ഇല്ല, എന്റെ അമ്മ ഒരിക്കലും അങ്ങനൊരു തെറ്റ് ചെയ്യില്ല. അതെനിക്ക് ഉറപ്പാ. എന്നെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പോലും അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് സത്യത്തിന്റെയും നീതിയുടെയും കാര്യങ്ങളാണെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായി. ഞാനുണ്ട് തൻ്റെ ഒപ്പം. നമ്മളിത് കണ്ടുപിടിക്കും. സത്യം എന്താണെന്ന് എല്ലാവരെയും നമ്മൾ അറിയിക്കും. നമസ്കാരം. നമസ്കാരം. അകത്തേക്ക് വരൂ. ഇങ്ങോട്ടിരിക്കാം. ഇത് പിടിക്കും. ആ എണ്ണ ഇങ്ങോട്ട് എടുക്ക. എന്താ വിശേഷം? ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അത് മോൾക്ക് വേണ്ടി ഒരു പൂജ നടത്തുമായിരുന്നു. നല്ല സമയത്ത് തന്നെയാണല്ലോ ഞാൻ വന്നത്. ആ, ഒരുപാട് നാളായല്ലോ ജോത്സ്യരെ കണ്ടിട്ട്. ആ, വരൂ വരൂ. നമസ്കാരം ജോത്സ്യരെ. എന്തൊക്കെയുണ്ട് ജോത്സ്യരെ വിശേഷം? എല്ലാം നന്നായി പോകുന്നു. ഇവിടുത്തെ പൃഥ്വി സാറിന്റെ ജാതകം നോക്കാൻ തന്നിരുന്നു. ഓ, അന്ന് ഞാൻ സംസാരിച്ച പെൺകുട്ടിയുടെ ജാതകമായി നല്ല പൊരുത്തമുണ്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? ഇവിടത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോ അവരത്ര സാമ്പത്തിക ശേഷി ഉള്ളവരല്ല. അത് കാര്യാക്കണ്ട. ആ, പണമല്ല നമുക്ക് പ്രധാനം. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും സ്വഭാവ ഗുണവും മാത്രം നോക്കിയാൽ മതി. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പൃഥ്വി സാറിന് യോജിച്ച കുട്ടി തന്നെയാ. എങ്കിൽ നമുക്ക് ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോവാം. എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. പോയിട്ട് തിരക്കുണ്ട്. ഞാൻ ഇറങ്ങിക്കോട്ടെ. ആയിക്കോട്ടെ. ശരി. നമസ്കാരം. ശരി എന്നാ. എന്നാ ശരി. വിവാഹമൊക്കെ എങ്ങനെ എടുപിടിന്ന് ആലോചിച്ചാൽ ശരിയാവോ? ഇതങ്ങനെ പെട്ടെന്നുള്ളൊരു ആലോചനയൊന്നും അല്ല ചെറിയമ്മേ. ആ പെൺകുട്ടിയുടെ കുടുംബത്തെക്കുറിച്ചും പെൺകുട്ടിയെക്കുറിച്ചും ഒക്കെ ഞാൻ അന്വേഷിച്ചതാ. ജാതകപ്പൊരുത്തം കൂടി അറിയാനുണ്ടായിരുന്നുള്ളൂ. അത് ചേർന്ന സ്ഥിതിക്ക് നമുക്കിതങ്ങ് നടത്താം. നല്ലൊരു പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് ഭാര്യയായിട്ട് വന്നാലേ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായി ഒരുവിധം ഒന്ന് റെസ്പോൺസിബിൾ ആവും. നമുക്കിതങ്ങ് നടത്താം. പൂർണിമ എല്ലാം അന്വേഷിച്ചെങ്കിൽ പിന്നെ
ആലോചിക്കാനൊന്നുമില്ല. നമുക്ക് ഇതങ്ങ് നടത്താം. പൂർണിമ പറയുന്നതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്റെ മോന്റെ കല്യാണം തീരുമാനിക്കാൻ അവൾ ആരാ? അതിനിവിടെ ഞാനും അവന്റെ അച്ഛനൊക്കെ ജീവിച്ചിരിപ്പില്ലേ? ഏട്ടത്തി, പൃഥ്വിയുടെ നന്മയല്ലേ പൂർണിമ ചിന്തിക്കൂ. അതുകൊണ്ട് തന്നെ അവള് കൊണ്ടുവന്ന ഈ ആലോചന നല്ലതായിരിക്കുമെന്നേ. അങ്ങനെയാണെങ്കിൽ അതൊരഭിപ്രായമായിട്ടോ ആലോചനയായിട്ടോ പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ പൂർണിമ ഇത് തീരുമാനമായിട്ടല്ലേ പറഞ്ഞത്? ഏട്ടത്തി, അതെങ്ങനെ ശരിയാവും? ഏട്ടത്തി പറഞ്ഞ പോലെ അവന്റെ അച്ഛനും അമ്മയ്ക്കും സ്വന്തം മോന്റെ വിവാഹത്തെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇവിടെ ഇല്ലേ? ജാതക ചേർച്ചയുള്ള നല്ലൊരു ആലോചന വന്നപ്പോ പൂർണിമ ഇത് നടത്താന്ന് പറഞ്ഞായിട്ട് കരുതിയാ മതി. എന്തൊക്കെയായാലും ഫൈനൽ ഡിസിഷൻ ആരുടെയാ? പൃഥ്വിയുടെ തന്നെയല്ലേ? അതെ, ആ തീരുമാനം അവൻ തന്നെ എടുക്കണം. ആ പൂർണിമ എല്ലാം കയറി ഉറപ്പിക്കുന്നതിന് മുമ്പ് അവനിങ്ങ് വന്നാ മതിയായിരുന്നു. ഏട്ടത്തി അവനെ വിളിച്ചില്ലേ? വിളിച്ചാൽ കിട്ടണ്ടേ? ഏട്ടത്തി ഒന്നുകൂടെ ഒന്ന് വിളിക്ക്. ഹലോ അമ്മേ. നീ ഇത് എവിടെയാ മോനെ? എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു. അത് ഞാൻ നീ ഒന്ന് വേഗം വീട്ടിലേക്ക് വാ. പൂർണിമതേ ഇവിടെ നിന്നെ കാണാതെ തിരക്കുന്നുണ്ട്. വന്നോളാം അമ്മേ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ വേഗം വരണം, ഇല്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നവും. ഞാൻ ഇത്തിരി തിരക്കിലാണമ്മേ. ഞാൻ പറയുന്നെന്താ നിനക്ക് മനസ്സിലാവാത്തത്? നിനക്കെന്നെ ഇനിയും ജീവനോടെ കാണുന്നുണ്ടെങ്കിൽ നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. എന്താ അമ്മേ പ്രശ്നം? ഇന്ന് ഇവിടെ പൂജ നടത്തുന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നീ അത് മറന്നോ? പൂർണിമ ഇവിടെ പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട്. നീ വേഗം വന്നില്ലെങ്കിൽ ശരിയാവില്ല. ശരി, ഞാൻ വന്നോളാം. അമ്മ ബാൽക്കണിയുടെ വാതിൽ തുറന്നിട്ടേക്ക്. ഞാൻ മുറിയിലുണ്ടെന്ന രീതിയിൽ ചേച്ചിയോട് സംസാരിച്ചാൽ മതി. ശരി ശരി എന്നാ, ബൈ. എല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഇനി അനർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ല. ഭഗവാന്റെ അനുഗ്രഹം മോൾക്ക് വേണ്ടുവോളം ഉണ്ടാവും. ഇനി എല്ലാവരും പ്രസാദം വാങ്ങിക്കോളൂ. പൃഥ്വി എന്താ ഇതുവരെ വരാത്തത്? ഞാൻ ഇവിടെ ഉണ്ടേ. പല്ലവി, അതിങ്ങെടുക്ക്. ദാ പ്രസാദം വാങ്ങിക്കോളൂ. തിരുമേനി, രക്ഷിക്കണേ ദൈവങ്ങളെ. അപ്പൊ ഞാൻ ഇറങ്ങാം. ശരി, വരട്ടെ. പൃഥ്വി, ആ നീ ഇതുവരെ എവിടെയായിരുന്നു പൃഥ്വി? ഞാൻ മുറിയിന്നിറങ്ങി വരാൻ ഇത്ര താമസം എന്താ? അത് പിന്നെ ചേച്ചി, ഞാൻ നിന്റെ ന്യായീകരണമൊന്നും വേണ്ട. ഈ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ മുന്നിൽ നിൽക്കേണ്ടത് നീയാ. ചേച്ചി, ഇന്നലെ ലേറ്റ് നൈറ്റ് ആയിട്ട് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എത്താൻ കുറച്ച് താമസിച്ചു പോയി. ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. ഏത് മീറ്റിംഗിലാ പൃഥ്വി പാർട്ടി ബാൻഡ് കെട്ടിത്തരുന്നത്? അത് നീ എന്താ എന്നെ പറ്റിക്കാൻ നോക്കുവാണോ? നിന്നെ എവിടെ? നിന്റെ കള്ളത്തരവും തരികിടയൊന്നും ഇനി വേണ്ട. നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പൃഥ്വിയുടെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. അത് കല്യാണോ? എനിക്കിപ്പോ കല്യാണം വേണ്ട ചേച്ചി. അതിനുള്ള സമയമാകുമ്പോ ഞാൻ പറയാം. തൽക്കാലം നിന്റെ അനുവാദം എനിക്ക് ആവശ്യമില്ല. അല്ല ചേച്ചി, അത് നീ ഒന്നും പറയണ്ട. ഈ കാര്യത്തിൽ നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. നമ്മളെ
ഫോൺ എടുത്ത് നോക്കുന്നേ? അകത്തേക്ക് പോ. ഹലോ ഹലോ, ആരേത്? എന്റെ പേര് പൂർണിമ. ഒരു വിവാഹാലോചനയുടെ കാര്യം സംസാരിക്കാനാണ് വിളിച്ചത്. വിവാഹാലോചനയോ? ആർക്ക്? ഞാൻ സംസാരിക്കുന്നത് വസുമതി ആന്റിയോടല്ലേ? അതെ. മകൾ അഷിതയുടെ ജാതകം ജോത്സന്റെയിൽ കൊടുത്തിരുന്നില്ലേ? അവിടുന്ന് ഞങ്ങൾക്ക് അഷിതയുടെ വിവരങ്ങൾ കിട്ടിയതും ആന്റിയുടെ നമ്പർ കിട്ടിയതും. അഷിതയ്ക്ക് വേണ്ടിയുള്ള ആലോചനയാണോ? അതെ. അതിപ്പോ ആരാ എന്താന്നൊക്കെ അറിയണ്ടേ? വേണം. ഞങ്ങളുടെ വീട്ടുപേര് ഇന്ദ്രപ്രസ്ഥം എന്നാ. ഞങ്ങൾ മീഡിയ എന്റർടൈൻമെന്റ് ബിസിനസ്സാ ചെയ്യുന്നത്. ഇന്ദ്ര TV എന്ന് കേട്ടിട്ടില്ലേ? ആ, കേട്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെയാ. എന്റെ ചെറിയച്ഛന്റെ മകൻ പൃഥ്വിക്ക് വേണ്ടി ആലോചന. ഹലോ ഹലോ, അതെ, വിളിച്ച നമ്പറൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ? അല്ല. അതെ, ഞങ്ങളത്ര സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടവരൊന്നും അല്ല. അതൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടത് വിദ്യാഭ്യാസവും സ്വഭാവ ഗുണവുമുള്ള ഒരു പെൺകുട്ടിയെയാ. ആണല്ലേ? അതെല്ലാം അഷിതയ്ക്കുണ്ടെന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വിളിച്ചത്. ഇങ്ങനെ ഒരു കോള് വന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ വിവാഹം നടന്നാല് അതെന്റെ മോളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും. നമുക്കെല്ലാവർക്കും നേരിൽ കാണാനും സംസാരിക്കാനും പറ്റിയൊരു അവസരം ഉടനെ ഉണ്ടാക്കാം. അതിനുശേഷം എല്ലാം തീരുമാനിക്കാം. ശരി, അങ്ങനെ ചെയ്യാം. ഓക്കെ എന്നാ. ഓക്കെ. ഓ, എന്റെ ദൈവമേ. ജീവിതത്തിലാകെ കിട്ടുന്ന സന്തോഷം വല്ലപ്പോഴും ഇങ്ങനെ കിട്ടുന്ന ഈ സിഗരറ്റാ. എന്നെ അറിഞ്ഞ് ഇത് കൊണ്ടുതരുന്നത് താൻ മാത്ര. ദുർഗ എങ്ങാനും കണ്ട എന്നോടൊന്ന് പറപ്പിക്കും. വാ, അങ്ങോട്ട് നിൽക്കാം. എൻ്റെ മോളൊരു പാവമാടോ. എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അവൾക്കറിയൂ. ദുർഗ വരുന്നുണ്ട്. എന്തത്? എന്ത്? എവിടെ? താരാനല്ലേ പറഞ്ഞേ? എന്താ? ദേ കിരൺ, താരാൻ. എന്ത്? ഇങ്ങത്താ. എന്ത്? അപ്പൊ ഇതാണല്ലേ കള്ളത്തരം. അച്ഛന് സിഗരറ്റ് കൊടുക്കരുതെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? മോളെ, അവനൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞിട്ടാ. വേണ്ട വേണ്ട, കിരണിനെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ വക്കാലത്തൊന്നും പറയണ്ട. വസുമതി, ഇതാ വരുന്നു. അച്ഛാ, കള്ളത്തരം കൈയോടെ പിടിച്ചപ്പോ മിണ്ടാതെ പോകുന്ന പോക്ക് കണ്ടില്ലേ? ജോർജ് സാർ വിളിക്കുന്നു. ഇടുക്ക്. എന്താ മോനിത്? നീ എന്തായി കാണിക്കുന്നത്? എന്നോട് ചോദിക്കാതെയാണോ എന്റെ കല്യാണം തീരുമാനിക്കുന്നത്? ആരെങ്കിലും ചൂണ്ടി കാണിച്ചിട്ട് കെട്ടിക്കൊള്ളാൻ പറഞ്ഞ അതെല്ലാം അനുസരിക്കാൻ ഞാനെന്തോ അടിമയം? ദിസ് ഇസ് മൈ ലൈഫ്. ഇതൊന്നും സമ്മതിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് മനസ്സിലായി, നിന്റെ അതേ അഭിപ്രായം തന്നെയാ എനിക്കും. പക്ഷെ പൂർണിമ പറയുന്നതിനൊക്കെ സമ്മതം മൂളി നിൽക്കുകയല്ലേ നിന്റെ അച്ഛൻ? അതെ. ഞാനങ്ങനെ നിൽക്കുന്നതേ പൂർണിമയുടെ തീരുമാനങ്ങൾ ശരിയാണെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. അവളുടെ തീരുമാനത്തിന്റെ മഹത്വമൊന്നും പറയാൻ നിൽക്കണ്ട. ഒരിക്കൽ അവൾ എല്ലാവരും എതിർത്ത് അവളുടെ കാര്യത്തിലൊരു തീരുമാനം എടുത്തതല്ലേ?
അതിന്ന് കിട്ടിയ ഒരു കൊച്ചിനെയും കൊണ്ട് ഭർത്താവില്ലാതെ ജീവിക്കുന്നത് കണ്ടില്ലേ? അതിന്റെ കാരണങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പക്ഷെ പൃഥ്വിക്ക് വേണ്ടി അവളൊരു ആലോചന കൊണ്ടുവരുമ്പോ മോശമായതൊന്നും കൊണ്ടുവരില്ല. ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയേ പൂർണിമ എന്തെങ്കിലും ചെയ്യൂ. ദേ, അതുകൊണ്ട് വെറുതെ എതിർക്കാൻ നിൽക്കണ്ട. അത് ആർക്കും നല്ലതിനല്ല. എന്ത് കഷ്ടം ഇത്. എന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഏതേലും ഒരുത്തി എന്റെ തലയിൽ കെട്ടി വെക്കാമെന്ന് ആരും കരുതണ്ട. ഇല്ല മോനെ, നിന്റെ സമ്മതം ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. തൽക്കാലം അവള് തീരുമാനിച്ച പോലെ കാര്യങ്ങൾ നടക്കട്ടെ. ഇത് മുടക്കേണ്ട സമയമാകുമ്പോ നമുക്ക് വേണ്ടത് ചെയ്യാം. സത്യാണോ നാത്തുന് ഇത്? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇന്ദ്രപ്രസ്ഥത്തിലെ പൂർണിമ തന്നെയാണോ വിളിച്ചത്? ആ TV ചാനലൊക്കെ ഉള്ള ആള്? അതെ നാത്തൂനെ, എനിക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. വാ, അവര് നമ്പർ മാറി വിളിച്ചതാണെന്നാ ഞാനും കരുതിയത്. പിന്നെ അവര് വിളിച്ചത് എന്നെ തന്നെയാണെന്നും കല്യാണം ആലോചിക്കുന്നത് നമ്മുടെ അഷിതമോൾക്ക് വേണ്ടിയാണെന്നും തീർത്തു പറഞ്ഞു. ഇതുപോലൊരു മഹാഭാഗ്യം വേറെ വരാനില്ല. നമുക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കുടുംബല്ലേ ഇത്? അതെ, എല്ലാം എന്റെ മോളുടെ ഭാഗ്യം. ഈ കല്യാണം ഒരു തടസ്സവും ഇല്ലാതെ നടന്ന 1001 വീട് തെണ്ടിച്ച് ദേവേട്ടനെ കൊണ്ട് പളനിമല ചവിട്ടിക്കാന്ന് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാ. പക്ഷെ മൂത്തവളായ ദുർഗ ഇരിക്കുമ്പോ എങ്ങനെയാ ഇളയവളായ അഷിതമോളുടെ കല്യാണം നടത്തുന്നേ? ദേവേട്ടൊരു അമ്മ അത് സമ്മതിക്കോ? ഇനി അഥവാ അവർ സമ്മതിച്ചാൽ തന്നെ ആ ജയശ്രീ നമ്മുടെ കുടുംബത്തിലുണ്ടാക്കിയ മാനക്കേടിനെ പറ്റി പൂർണിമയും വീട്ടുകാരും അറിഞ്ഞാ കഴിഞ്ഞില്ലേ എല്ലാം? എങ്ങനെ ഞാൻ ഈ വിവാഹം നടത്തും ഗിരിജെ? അതിനുവേണ്ടി കുടുംബത്തിനെ അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട ആ ജയശ്രീയെക്കുറിച്ചും അവളുടെ ഐശ്വര്യം കെട്ട മകളെക്കുറിച്ചും ഞാൻ പൂർണിമയിൽ നിന്നും വീട്ടുകാരിൽ നിന്നും മറച്ചുവെക്കും. അതിന് ദേവേട്ട സമ്മതിക്കോ? എത്രയൊക്കെ പറഞ്ഞാലും ദേവേട്ടന്റെ മൂത്ത മോളല്ലേ ദുർഗ. ദേവേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ മകൾക്ക് വന്ന ഈ ഭാഗ്യം നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ടൗണിലെ ആ ഷോപ്പിംഗ് കോംപ്ലക്സിനടുത്തുള്ള പ്ലോട്ട് നമുക്ക് വാങ്ങിക്കണമെന്ന് എത്ര നാളായിട്ട് ഞാൻ പറയുവോ. അവിടെ ഒരു വീട് വെക്കണമെന്നത് എന്റെ സ്വപ്നമായിരുന്നു. നിന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചതല്ലേ? എന്നിട്ടോ വാങ്ങാൻ പറ്റിയോ? ഇല്ലല്ലോ. എല്ലാത്തിനും നിങ്ങൾ പറഞ്ഞാ മതിയല്ലോ. നിങ്ങളുടെ കഴിവുകളൊന്നുകൊണ്ട് മാത്രം നമുക്ക് ഈ അവസ്ഥ വന്നത്. പുറമേ കാണുന്നവർക്ക് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. കോടിക്കണക്കിന് സ്വത്ത്, എന്താ പ്രയോജനം? ഒരു കാര്യമില്ല. നീ എന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ആ ധ്വനിയെ വെച്ച് വിലപേശി നമ്മുടെ കാര്യം നടത്താനല്ലേ ഞാൻ ആ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയെ. അതേക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് പ്ലാൻ ചെയ്ത് ആ കൊച്ചിനെ തട്ടിക്കൊണ്ടു പോയതുകൊണ്ടാ പ്രയോജനം ഉണ്ടാവാത്തത്. ആദ്യമേ എന്നോട് പറയണമായിരുന്നു. എന്റെ നിർദ്ദേശപ്രകാരം ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ കാര്യം നടന്നേനെ. നിന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ നീ ആരടുത്തെങ്കിലും ചെന്ന് പറഞ്ഞ് സംഭവം ലീക്കാവൂ ഞാൻ പേടിച്ചു. ആരും അറിയാതെ നമ്മുടെ കാര്യം നടത്തിയെടുക്കാനാ ഞാൻ നോക്കിയത്. എന്നിട്ട് എന്തായി? മനുഷ്യ, നിങ്ങൾ എന്നെ അന്യായി കാണാതെ നമ്മുടെ കാര്യം നടത്തിയെടുക്കണമെന്നേ ഞാനും ആഗ്രഹിക്കൂ. അല്ലാതെ ഞാൻ ആരോട് പറയാനാ? ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോ എന്നെ കൂടെ അറിയിച്ചിട്ട് ചെയ്. ശരി, ഇനി എന്ത് ചെയ്യുമ്പോഴും നിന്നോട് കൂടി ആലോചിച്ചിട്ട് മാത്രമേ ഞാൻ ചെയ്യൂ. എന്നാ കൊള്ളാം. കിരൺ, ചില ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. ജെഡിയെ കൂടി അറിയിക്കണം. ജെഡി അടുത്തുണ്ട് സാർ. ഗുഡ്. ജയശ്രീയുടെ മരണത്തിനും മറ്റു പല കേസുകൾക്ക് പിന്നിലും നമ്മൾ ഉദ്ദേശിച്ച ആള് തന്നെയാണ്. അപ്പൊ നമുക്ക് തെറ്റിയില്ല. യെസ്, ഇറ്റ്സ് മേനോൻ. ആ, നാളെ മീറ്റിംഗ് ഉണ്ടാവും. യെസ് സാർ. മോളെ പേടിക്കണ്ട കേട്ടോ. ദേ അവിടെ ഇരുന്നു, അമ്മ പോയിട്ട് ഇപ്പൊ വരാൻ കേട്ടോ. പേടിക്കണ്ട മോളെ, അമ്മ ഇപ്പൊ വരാൻ കേട്ടോ. മോൾ ഇവിടെ ഇരിക്കണേ. എന്റെ മോനെ കൊന്നില്ലേടി? ഇറങ്ങി പാടി. അയ്യോ, എല്ലാം തല്ലി പൊട്ടിക്കുന്നാ തോന്നുന്നേ. ചെന്ന് നോക്ക് നീ. ചെല്ല്.
അയ്യോ അയ്യോ എന്റെ കൊച്ചിനെ കൊന്നില്ലേ അയ്യോ ദേവേട്ട എന്താ പ്രശ്നം? പുറത്ത് ആരോ ബഹളം ഉണ്ടാക്കുന്നു. അയ്യോ എന്റെ കൊച്ചിനെ കൊന്നേ. എടാ എന്താ മോനെ പ്രശ്നം? ഈശ്വരാ ഇനിയും പരീക്ഷിക്കരുത്. അയ്യോ അയ്യോ വേണ്ട മോളെ വേണ്ട 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 വേണ്ട, പുറത്തു പോണ്ട. വേണ്ടെന്ന് പറഞ്ഞു. വാതിൽ തുറക്കണ്ട, തുറന്ന കൂടുതൽ പ്രശ്നമാവും. അമ്മേ എത്ര നേരം എന്ന് വെച്ചാ ഭയം അടച്ചുപൂട്ടിയിരിക്കുന്ന. ഈ സമയത്ത് എടുത്തുചാട്ടല്ല, വിവേകമാണ് വേണ്ടത്. വേണ്ട മോളെ, ഇനി തുറക്കാതിരുന്ന പ്രശ്നം കൂടെ ഉള്ളൂ. എന്തിനാ ഈ ദ്രോഹം ചെയ്തേ? നീ എന്തിനാ ഈ ദ്രോഹം ഞങ്ങളോട് ചെയ്തത്? എന്ത് തെറ്റാണ് ഞങ്ങൾ നിന്നോട് ചെയ്തത്? മോനെ കൊന്നില്ലേ? എന്റെ ഈ കണ്ണീരിനൊക്കെ നീ കണക്ക് പറയേണ്ടി വരും. അയ്യോ, പണത്തിന് വേണ്ടി എന്തിനാ നിങ്ങൾ എന്റെ ഭർത്താവിനെ കൊന്നത്? എന്തിനാ എന്റെ താലി അറുത്തത്? നീ നശിച്ചു പോകും. ഒരമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള വാക്കാടിയത്. നീ ഒരു കാലത്ത് ഗുണപിടിക്കത്തില്ലടി, ഗുണപിടിക്കത്തില്ല. എടി നിന്നെ ഞാൻ കൊല്ലുമെടി. അയ്യോ മോളെ വിളി. തല്ലല്ലേ. ആരമ്മയെ വിശ്വസിച്ചില്ലേലും അമ്മയുടെ മോളമ്മയെ വിശ്വസിക്കണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആരും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ മോളുടെ അമ്മയ്ക്ക് സാധിക്കില്ല. അമ്മ കരയണ്ട.